പറയുന്ന രണ്ട് കാര്യം അവിടുന്ന് പറയാതിരിക്കില്ല. ഒന്ന്, അള്ളാഹുവിന്റെ ദീൻ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അള്ളാഹുവിന്റെ ദീൻ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിൽ നിങ്ങൾ അടിയുറച്ച് ജീവിക്കണമെന്ന് എപ്പോഴും പറയും. ഏത് ഉപദേശത്തിലും തങ്ങളവர்கள் അത് ഒഴിവാക്കൽ വളരെ കുറവാണ്. അള്ളാഹുവിന്റെ ദീൻ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, അതനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ തങ്ങളുമായുള്ള കടപ്പാട്, തങ്ങളുമായുള്ള ബന്ധം, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, അതിനു വേണ്ടി നന്നായി പ്രവർത്തിക്കുക. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധാരാളം നന്നായി കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുക, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക. രണ്ടാമത്തെ കാര്യം അവിടുന്ന് എപ്പോഴും ഉപദേശിക്കാറുള്ളത്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഓ ജനങ്ങളെ, അവിടുന്ന് പറയും, നമ്മുടെ നിസ്കാരം കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ സ്വതക്ക കൊണ്ട്, നമ്മുടെ അമലുകളെ കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാമെന്ന ചിന്ത വേണ്ട. നമുക്ക് രക്ഷപ്പെടാനുള്ളത് ഒരേ ഒരു വഴിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. തങ്ങൾ എപ്പോഴും പറയും, നിങ്ങളൊരു ശൈഖിന്റെ പിന്നാലെയും പോകണ്ട, ഒരു ത്വരീഖത്തിന്റെ പിന്നാലെയും പോകണ്ട. വലിയ ശൈഖാണെന്നും ത്വരീഖത്താണെന്നും പറഞ്ഞുകൊണ്ട് ചില വ്യാജ കള്ളന്മാരിവിടെ ത്വരീഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടാകാം. അത്തരക്കാരുടെ പിന്നിലൊന്നും നിങ്ങൾ പോകണ്ട. ശൈഖാണെന്ന് പറയുന്നവരുടെ പിന്നാലെ, ത്വരീഖത്തെന്ന് പറയുന്നവരുടെ പിന്നാലെ നിങ്ങൾ പോകണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. അത് ഖുർആൻ വളരെ വ്യക്തമായി ഇജാസത്ത് തന്ന കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് ഖുർആനാണ് ഇജാസത്ത് നൽകിയത്. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഖുർആൻ ഇജാസത്തുണ്ട്, നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. തങ്ങൾ എപ്പോഴും പറയും സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, ആ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറയും. എന്നിട്ട് മാത്രമല്ല, 2 സ്വലാത്ത് അവിടെ നിർദ്ദേശിക്കാറുണ്ട്. എന്റെ മോമിങ്ങളെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ സദസ്സിലത് പറയുകയാണ്. ആ താജുലുലമയുടെ സന്തോഷം നമുക്ക് ലഭിക്കണം, അവിടുത്തെ പൊരുത്തം നമുക്ക് കിട്ടണം, അവിടത്തോടുകൂടെ സ്വർഗത്തിലെത്തണം. അവിടത്തെ അതാ വളരെ പ്രിയപ്പെട്ട അനുയായികൾ നമ്മളെ പെട്ടുപോകണം. അതിനുവേണ്ടി നമ്മൾ താജുലുമയുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. താജുലുമ എപ്പോഴും പറയാറുള്ള 2 സ്വലാത്തുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? ഒരു സ്വലാത്ത്, ആ സ്വലാത്തിന്റെ ഗുണമെന്തെന്നറിയുമോ? اللهم صل على سيدنا محمد النبي الأمي الحبيب الآلي القدر العظيم الجاه وعلى آله وصحبه وسلم എന്നുള്ള സ്വലാത്താണ്, ചെറിയ സ്വലാത്താണ്. اللهم صل على سيدنا محمد النبي الأمي الحبيب الآلي القدر العظيم الجاه وعلى آله وصحبه وسلم. തങ്ങൾ എപ്പോഴും പറയാൻ വേണ്ടി ചൊല്ലുന്ന സ്വലാത്താണിത്. ആ സ്വലാത്തിന്റെ പ്രത്യേകത തങ്ങളവരിൽ പറയുന്നത്, എല്ലാ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് 11 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച രാത്രിയായാൽ 101 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ഒരാൾ പതിവാക്കിയാൽ, ഉമ്മമാരെ നന്നായി ശ്രദ്ധിച്ചോ, കിടന്നുറങ്ങുന്ന സമയത്ത് ഹറാമും പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങരുത്. ചെറുപ്പക്കാരെ, ചെവിയിൽ ഒരു ഇയർഫോണും വെച്ച് ഹറാമായ ടൂണും കേട്ട്, മ്യൂസിക്കിന്റെ പാട്ടും കേട്ട്, അതെങ്കിൽ അന്യപെണ്ണിനോട് സംസാരിച്ച് വളരെ ഹറാമു ചെയ്തുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങരുത് കേട്ടോ. കിടന്നുറങ്ങുന്ന സമയം
നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതുവരെ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അത് നമ്മൾ എല്ലാം പൂട്ടിയിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന സമയം നമ്മുടെ ശരീരം അല്ലാഹുവിന്റെ മുന്നിൽ വെക്കുന്ന സമയമാണ്. ആ ഉറക്കുണ്ടല്ലോ മരണത്തിന്റെ ചെറിയ ഒരു ഭാഗമാണ്. എത്രയെത്ര ആളുകളുണ്ട് ഉറങ്ങാൻ വേണ്ടി കിടന്നവരാണ്, പക്ഷേ ആ ഉറക്കത്തിൽ തന്നെ അവർക്ക് മരണം സംഭവിച്ചുപോയി. ചെറുപ്പക്കാരെ, ഹറാമും കേട്ടിട്ട് കിടന്നുറങ്ങിയാൽ ആ ഉറക്കിലെങ്കാലും മരണം സംഭവിച്ചു പോയാൽ നിന്റെ അന്ത്യം മോശമായി പോയില്ലേ? സഹോദരിമാരെ, ഉമ്മമാരെ, ഹറാമ് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിയാൽ ആ ഉറക്കിൽ മരണം സംഭവിച്ചു പോയാൽ നമ്മുടെ മരണം അന്ത്യം മോശമായി പോയില്ലേ? അന്ത്യം മോശമായി പോയാൽ നാളെ നരകത്തിൽ അതാ കിടന്ന് അനുഭവിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് മോമിനീങ്ങളെ, മോമിനാത്തുകളെ, മഹാനായ താജുൽ ഉലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യം ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലി അൽ ഖദ്റിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സ്വലാത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യവും വെള്ളിയാഴ്ച രാത്രി 101 പ്രാവശ്യവും നമ്മൾ ചൊല്ലിക്കടന്നുറങ്ങിയാൽ അവസാനം മരിക്കുന്ന സമയത്ത് ഞമ്മക്ക് മരണം സംഭവിച്ചു പോയാൽ നമ്മുടെ മയ്യത്തെടുത്ത് ഖബറിൽ വെക്കുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ കരങ്ങളെ കൊണ്ട് നമ്മുടെ മയ്യത്തെടുത്ത് ഖബറിൽ വെക്കും കേട്ടോ. തങ്ങളെ ശറഫാകപ്പെട്ട കൈകൊണ്ട് നമ്മുടെ മയ്യത്തെടുത്ത് ഖബറിൽ വെക്കും. അങ്ങനെ ഒരാളുടെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ ആ മയ്യത്തിന് ഖബറിൽ ശിക്ഷ ഉണ്ടാവൂല, ഖബറിൽ വിഷമമുണ്ടാവൂല. അതിന്റെ അപ്പുറം അവനിക്ക് വിഷമമുണ്ടാവൂല. അതിനു വേണ്ടി ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തങ്ങൾ എപ്പോഴും നമ്മോട് ഉപദേശിക്കാറുണ്ട്. രണ്ടാമത്തൊരു സ്വലാത്ത്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? കച്ചവടത്തിൽ ലാഭം കിട്ടണോ? കൃഷിയിൽ ബറക്കത്ത് വേണോ? പെൺകുട്ടിക്ക് നല്ല പുതിയാപ്പിള വേണോ? വീട് പണി പൂർത്തിയാകണോ? നിനക്ക് നിന്റെ മനസ്സിന്റെ വിഷമങ്ങൾ തീരണോ? എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളുണ്ടോ അത് മുഴുവനും തീർന്നു കിട്ടാൻ വേണ്ടി ഒരു സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ചൊല്ലിയാൽ എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലണം. എല്ലാ ദിവസവും 33 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലണം. കൂടുതൽ കടമുണ്ടോ? കൂടുതൽ ടെൻഷൻ ഉണ്ടോ? കൂടുതൽ ബേജാറുണ്ടോ? കൂടുതൽ ഉദ്ദേശങ്ങളുണ്ടോ? 66 ചൊല്ലിക്കോ. പിന്നെയുമുണ്ടോ? നീ 99 ചൊല്ലിക്കോ. നിനക്ക് എത്ര കഴിയുന്നോ അത്ര ചൊല്ലിക്കോ. ചുരുങ്ങിയത് 33 നീ ചൊല്ലിക്കോ. നിന്റെ എല്ലാ വിഷമങ്ങളും തീരുമെന്ന് മഹാനായ താജുൽ ഉലമ തങ്ങളവരുകൾ എപ്പോഴും നമ്മോട് പഠിപ്പിക്കാറുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മളിത് മറന്നുപോകരുത്. ആ തങ്ങളെ അനുസ്മരിക്കുമ്പോൾ തങ്ങളുമായി ചെറിയൊരു ബന്ധം നമുക്കുണ്ടാകും ഇത് ചൊല്ലിയാൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഉമ്മമാരെ, കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ